എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ആസുറാമ വീണ്ടും സാസുകയോട് ആ ഫ്ലാഷ് ബാക്ക് അത് മുഴുവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആസുറാമ പറയും, ദിവസങ്ങൾ പോകുന്തോറും ഞങ്ങളുടെ സ്വപ്നം അത് യാഥാർത്ഥ്യമായി വന്നു. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങൾ ആഗ്രഹിച്ച പുതിയൊരു നഗരം അത് കെട്ടിപ്പടുത്തു. മാത്രമല്ല മറ്റുള്ള നേഷൻസിനോട് വളരെ സ്നേഹത്തോടും രമ്യതയോടും കൂടെ പെരുമാറി. അങ്ങനെ എല്ലാ നേഷൻസുമായിട്ടുള്ള ഒരു ഗുഡ് കണക്ഷൻ ഞങ്ങൾ നേടിയെടുത്തു. ആസറാമയാണെങ്കിൽ അവരുടെ പുതിയ നഗരത്തിലൂടെ അങ്ങനെ ഹായായിട്ട് നടക്കുകയാണ്. കൊച്ചു കൊച്ചു കുട്ടികള് അവർ സന്തോഷത്തോടും ഒരുപാട് ഇഷ്ടത്തോടൊക്കെ കൂടെ ആസുറാമയ്ക്ക് പൂക്കൾ കൊടുക്കും. പിന്നീട് മാധുരയും ആസുറാമയും അവർ രണ്ടുപേരും ചേർന്ന് അക്കാദമിയിലേക്ക് പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആസുറാമയും മാധുരയും അവർ രണ്ടുപേരും ചെറുപ്പത്തിൽ കയറി നിൽക്കാറുള്ള ആ ഒരു വലിയ പാറയുടെ മുകളിൽ കയറി നിൽക്കും. എന്നിട്ട് അവർ ചുറ്റും നോക്കും. ഇപ്പൊ അവർക്ക് ചുറ്റും അവർ പുതുതായിട്ടുണ്ടാക്കിയ ആ ഒരു വലിയ നഗരമാണ്, അവരുടെ സ്വന്തം വലിയൊരു നഗരമാണ്. അവരാഗ്രഹിച്ചതുപോലെ തന്നെ ഒന്നൊന്നായി അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു. അപ്പൊ വീണ്ടും അവർ ചെറുപ്പത്തിൽ ഡിസ്കസ് ചെയ്ത ആ കാര്യങ്ങൾ കാണിക്കും. അവർ പരസ്പരം പറയും, നമുക്ക് നമ്മുടെ അനിയന്മാരെ അവരെ പ്രൊട്ടക്ട് ചെയ്യണം, പുതിയ അക്കാദമി ഉണ്ടാക്കണം, എന്നിട്ട് കുട്ടികൾക്ക് അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, ഒരിക്കലും അവരെ ബാറ്റിൽ ഫീൽഡിലേക്ക് നമ്മൾ പറഞ്ഞയക്കാൻ പാടില്ല. കട്ട് ചെയ്താ ഇപ്പൊ മാധുര പറയും, അന്ന് നമ്മൾ സംസാരിച്ചത് അത് വെറും സ്വപ്നം മാത്രമായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. നമ്മൾ രണ്ടുപേരും ചേർന്ന് അത് സാക്ഷാത്കരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം, എന്തോ വലിയൊരു കാര്യം ഞാൻ ചെയ്തു തീർത്തതുപോലെ. അപ്പോഴായിരിക്കും ഹാസരാമ ആള് പറയാ, ലാൻഡ് ഓഫ് ഫയറിൽ നിന്ന് ഒരു സജഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ പുതിയ രാജ്യത്തിന് ഒരു ഹൊക്കാഗെ ആവശ്യമാണെന്ന്. ഞാൻ സജസ്റ്റ് ചെയ്തത് നിന്റെ പേരാണ്. നിന്റെ അത്രയും പെർഫെക്റ്റ് ആയ നല്ല മനസ്സുള്ള ഒരാൾ വേറെയില്ല. സോ നീയാണ് കറക്റ്റായ ആപ്റ്റായ ആള്. അത് കേട്ട് മാത്രം ഷോക്കാവും. ഞാനോ ഹൊക്കാഗെയോ? ആസറാമ പറയും, അതെ, നിനക്കാണ് എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യാനും സ്നേഹിക്കാനും വിട്ടുകൊടുക്കാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനുമുള്ള കഴിവുള്ളത്. സോ നീ തന്നെയാണ് നമ്മുടെ നാടിന്റെ നായകൻ. അത് കേട്ട് മാധുര അവൻ തല കുനിച്ചു നിൽക്കും. മാധുര പറയും, ഞാനല്ല. കാരണം എനിക്ക് എന്റെ ക്ലാനിനെയോ എന്റെ ബ്രദറിനെയോ ഒന്നും പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സോ ഞാൻ ഒരിക്കലും നല്ലൊരു ഹൊക്കാഗെ ആയിരിക്കില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് ഹാസരാമ അവൻ മരിച്ചുപോയ അവന്റെ ബ്രദറിനെ ഓർത്ത് ഒരുപാട് വിഷമിച്ച് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും മാധുർ അവനോട് വന്ന് സംസാരിക്കുന്നതും അവനുമായിട്ട് നല്ല തിക് ഫ്രണ്ട്സ് ആവുന്നതും. ഹാസരാമ പറയും, എന്റെ ബ്രദേഴ്സിനെ എനിക്ക് നഷ്ടപ്പെട്ടു. ഇപ്പൊ എനിക്ക് ഒരേ ഒരു ബ്രദർ, അവൻ മാത്രമാണ് ബാക്കിയുള്ളത്. അതിന് മാധുരയും പറയും, എനിക്കും എന്റെ സിബ്ലിങ്സിനെ നഷ്ടപ്പെട്ടു. അവസാനമായിട്ട് ഒരനുജൻ, അവൻ മാത്രമാണ് എനിക്കും ഇപ്പോ എന്റെ സമ്പാദ്യമായി ബാക്കിയുള്ളത്. എന്റെ ജീവൻ കൊടുത്തും അവനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നു പറയും. അതിനുശേഷം അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ടോബിറാമയായിട്ടുള്ള ഫൈറ്റില് അവന്റെ ബ്രദറിന് നഷ്ടമായ കാര്യം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ മാധുര ഓർത്തെടുക്കും. മാധുരയെ കൊണ്ടാണെങ്കിൽ വീണ്ടും അവന്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. കാരണം അവന്റെ ബ്രദറിനെ അത്രമേൽ ഇഷ്ടമായിരുന്നു. കട്ട് ചെയ്ത ആസരാമ പറയും, നീ പഴയ കാര്യങ്ങളൊന്നും ഇനി ആലോചിക്കണ്ട. ഉച്ചിഹ ക്ലാനും ആസരാമ ക്ലാനും ഇപ്പൊ ഒന്നായിരിക്കാണ്. അതുപോലെ തന്നെ ടെറട്ടോബിയും ഹ്യൂഗ ക്ലാനും ഒന്നാവാൻ പോവാണ്. സോ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ പുതിയ വില്ലേജിന് ഒരു നല്ല പേര് വെക്കണം. അപ്പൊ മാധുര അവൻ താഴെ കിടന്ന ഒരിലയെടുക്കും. എന്നിട്ട് അതിലൂടെ അവരുടെ പുതിയ ഗ്രാമത്തിലേക്ക് നോക്കും. എന്നിട്ട് ആസരാമയോട് പറയും, നമ്മുടെ പുതിയ രാജ്യത്തിന്റെ പേരാണ് ലീഫ് വില്ലേജ്. ആസരാമയ്ക്കാണെങ്കിൽ ആ പേര് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടാവില്ല. അവൻ ചെറുതായിട്ടൊന്ന് ഡിസപ്പോയിന്റഡ് ആയി അങ്ങനെ തല താഴ്ത്തി നിൽക്കും. മാധുരയുടെ മുഖം വാടുന്നത് കാണുമ്പോ ആസരാമ അവൻ പൊട്ടിച്ചിരിക്കും. ആസരാമ പറയും, നമ്മുടെ രാജ്യത്തിലെ ഓരോ ഹൊക്കാഗയുടെയും ഫേസ് ഞാൻ ഈ വലിയ പാറക്കെട്ടില് കൊത്തിവെക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് ഹൊക്കാഗയില് നല്ല വിശ്വാസം ഉണ്ടാകും. അവരങ്ങനെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്ത് നിൽക്കുമ്പോഴായിരിക്കും ടോബുരാമ അവൻ അവിടേക്ക് വന്ന് അവരെ രണ്ടുപേരെ വിളിക്കുക. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ഇപ്പൊ മാധുരെ കാണിക്കും. അവൻ ടെററായിട്ട് ഇപ്പൊ ടോബുരാമയെ നോക്കി നിൽക്കും. കട്ട് ചെയ്ത ആസുരാമയും ടോബുരാമയും അവർ രണ്ടുപേരും എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്. ടോബുരാമയാണെങ്കിൽ ഇപ്പൊ ദേഷ്യപ്പെട്ടു പറയും, പുതിയ രാജ്യത്തിന്റെ ഹൊക്കാഗ അതെങ്ങനെ മാധുരയാവും? ഹൊക്കാഗെ തെരഞ്ഞെടുക്കേണ്ടത് നമ്മളല്ല, മറിച്ച് ഹയർ ഒഫീഷ്യൽസ് ആണ്. മാധുരയൊന്നും ഒരു നല്ല ഹൊക്കാഗയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു വലിയ രാജ്യത്തെ കെട്ടിപ്പടുത്തിയത് നീയാണ്, മാധുരയല്ല. നീ തുടക്കം കുറിച്ചതിന് ശേഷമാണ് അവൻ നിന്റെ കൂടെ കൂടി നിങ്ങൾ ഇതെല്ലാം തന്നെ ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് നീയാണ് ഏറ്റവും പെർഫെക്റ്റ് ആയ ആള്. ഉച്ചിഹ ക്ലാനെ കുറിച്ചുള്ള ചില നെഗറ്റീവ്സ് നിനക്കറിയില്ലേ? അവരുടെ വെറുപ്പും പകയും കൂടുന്തോറും അവരുടെ വിഷ്വൽ പവർ അതിനും ശക്തി കൂടും. അത് കേട്ട് ഹാസരാമയ്ക്ക് ടെൻഷനാവും. നിർത്തടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക്. എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. എനിക്കതില് നിന്റെ അഭിപ്രായം ആവശ്യമില്ല.
അപ്പൊ കറക്റ്റ് സമയത്ത് വിൻഡോരടുത്ത് ആരോ ഉള്ളതായി അവർക്ക് മനസ്സിലാവും. ആശ്രാമ വിൻഡോ ഡോർ തുറക്കും. അവിടെ ആരെയും കാണില്ല. മറിച്ച് ഒരില മാത്രമായിരിക്കും വീണ് കിടക്കുക. ആശ്രാമ ആ ഒരു ഇല കയ്യിലെടുക്കും. ആക്ച്വലി മാധുര കയ്യിലെടുത്ത അതേ ഇലയാണത്. ആശ്രാമയ്ക്ക് മനസ്സിലാവും അവർ ഇത്രയും നേരവും പറഞ്ഞത് മാധുര ഒളിഞ്ഞു നിന്ന് കേൾക്കുകയായിരുന്നു. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ലീഫ് വില്ലേജിനെ ഹൊക്കാഗായിട്ട് തെരഞ്ഞെടുക്കുക ആശ്രാമയാണ്. അങ്ങനെ അവിടെ വരെയുള്ള കഥകള് ഇപ്പൊ ആശ്രാമ സാസുവയ്ക്ക് പറഞ്ഞു കൊടുക്കും. സ്റ്റോറി എല്ലാം കേട്ട് ഇപ്പൊ എല്ലാവരും ഷോക്കായിട്ട് നിൽക്കാണ്. ആശ്രാമ പറയും, ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഹിഡൻ ലീഫ് വില്ലേജില് എല്ലാവരും സമാധാനത്തോടും സന്തോഷത്തോടും കൂടെയാണ് ജീവിച്ചത്. അതിനുശേഷം വില്ലേജില് ഒരു സ്റ്റോൺ ടാബ്ലറ്റ് ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ഉച്ചിക ക്ലാനിന്റെ അമൂല്യങ്ങളിൽ അമൂല്യമായ ഒരു സ്റ്റോൺ ആണ്. പുറത്തുള്ളവരാരും അത് കാണാൻ പാടില്ല എന്നവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് മാധുര ആശ്രാമയോട് പറയും, ആ കല്ലിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങള് അതെല്ലാവർക്കും വായിക്കാനായിട്ട് കഴിയില്ല. പക്ഷെ ഞാൻ ആ കാര്യങ്ങൾ മുഴുവൻ വായിച്ചു മനസ്സിലാക്കി. അതിൽ എഴുതിയിരിക്കുന്നത് ലോകത്തില് ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. അദ്ദേഹമാണ് ഇരുട്ടിനെയും വെളിച്ചത്തെയും ഒരുപോലെ നോക്കുന്നത്. മാധുര ദേഷ്യപ്പെട്ടു പറയും, എനിക്കുറപ്പാണ് ഉച്ചിഹ ക്ലാനിനെ കാലം കഴിയുന്തോറും നിങ്ങൾ ചെറുതാക്കി ഇല്ലാതാക്കും. ഇപ്പോഴത്തെ ഹൊക്കാഗ ആശ്രാമയാണ്. അത് കഴിഞ്ഞ ഉറപ്പായിട്ടും നിന്റെ ബ്രദർ ടോബിറാമയായിരിക്കും അടുത്ത ഹൊക്കാഗ. ഞാൻ ഒരുപാട് തവണ ഉച്ചിഹ ക്ലാനിലുള്ളവരോട് പറഞ്ഞു ഇവിടെ നിന്ന് നമുക്ക് പോകാമെന്ന്. പക്ഷെ അവർക്കാർക്കും ഇപ്പൊ എന്നെ വിശ്വാസമില്ല. കാരണം എനിക്ക് എന്റെ ബ്രദറിനെ പോലും അന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അന്ന് ഞാൻ നിന്നോട് സ്വയം കൊല്ലാൻ പറഞ്ഞതിന് പകരം നിന്റെ ബ്രദറിനെ അവനെ കൊല്ലാൻ പറയുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ അതായിരുന്നേനെ ഞാൻ എടുക്കുന്ന ഏറ്റവും നല്ല തീരുമാനം. ഇത്രയും കാലവും ഞാൻ നീ പറഞ്ഞത് കേട്ട് നിന്റെ കൂടെ തന്നെ നിന്നു. പക്ഷെ ഇനി എനിക്ക് അങ്ങനെ നിൽക്കാനായിട്ട് കഴിയില്ല. ഇപ്പോ ഈ നിമിഷം ഞാൻ ഈ ഗ്രാമം വിട്ട് പുറത്തേക്ക് പോവാണ്. അത്രയും പറഞ്ഞ് മാധുര അവൻ കാര്യമായിട്ട് ആ സ്റ്റോണിൽ എഴുതിയ കാര്യങ്ങള് അത് വായിച്ചു കൊണ്ടേയിരിക്കും. അതിന് ആശ്രാമ ആള് നിലവിളിച്ചു പറയും, മാധുര ദയവ് ചെയ്ത് ഞാൻ പറയുന്ന കേൾക്ക്. നീ ഇവിടം വിട്ട് പോവരുത്. ഈ ഒരു വില്ലേജ് അത് നമ്മുടെ രണ്ടുപേരുടെയാണ്. അതിന് മാധുര പറയും, ഇതാണ് റിയാലിറ്റി. ആക്ച്വലി എനിക്ക് നീ മാത്രമേ മാച്ച് ആവൂ. വേറെ ആരുമായിട്ടും എനിക്ക് കണക്ഷനോ വൈബോ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല ഇനിയെങ്കിലും എനിക്ക് എൻ്റെ ഡ്രീം അത് അച്ചീവ് ചെയ്യണം. അത് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും ഫൈറ്റ് ചെയ്തേ തീരൂ. ആശ്രാമ കെഞ്ചും, ദയവ് ചെയ്ത് നിന്റെ ഡ്രീം അതെന്താണെന്ന് എന്നോട് പറ. അത് അച്ചീവ് ചെയ്യാൻ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. അത് കേട്ട് മാധുര ചിരിക്കും, നിനക്കൊരിക്കലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല. അത് ഫ്യൂച്ചറിനെ നോക്കി പോകുന്ന ഒരു പ്രത്യേകതരം ഡ്രീമാണ്. മാധുര ഇപ്പോ അവന്റെ മങ്കിക്കു ഷെയറിംഗ് കണ്ണ് അത് ഓപ്പൺ ചെയ്യും. ആശ്രാമ വീണ്ടും അവനോട് ചോദിക്കും, നീ നിന്റെ ഡ്രീമിനെ കുറിച്ച് എന്നോട് പറ. നമ്മുടെ ഗ്രാമത്തിന് ചേർന്ന വണ്ണം അത് ഞാൻ നിനക്ക് നിറവേറ്റി തരാം. മാത്രമല്ല ഗ്രാമത്തിന്റെ ചീഫ് പൊസിഷനിൽ നീ ഇരിക്കണം. അതെനിക്ക് കാണണം. എന്നും നിന്റെ ഫ്രണ്ട്ഷിപ്പും എനിക്ക് ആവശ്യമാണ്. അതിന് മാധുര ദേഷ്യപ്പെട്ടു പറയും, എന്റെ ഡ്രീമും ഈ ഗ്രാമവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിനക്കത് മനസ്സിലാവുമെന്ന് പറഞ്ഞ് മാധുര അവിടുന്ന് കടന്നുപോകും. അന്ന് മാധുര ഗ്രാമം വിട്ടുപോയി. പിന്നീട് ഒരിക്കലും ഞാൻ മാധുരയെ കണ്ടിട്ടില്ല. എൻ്റെ ഒരു നല്ല സുഹൃത്തിനെ എനിക്ക് നഷ്ടപ്പെട്ട വേദനയിൽ ഞാൻ ഒരുപാഡ് വിഷമിച്ചു. ലാൻഡ് ഓഫ് ഫയർ ആയിരുന്നു ഹിഡൻ ലീഫ് വില്ലേജിൽ വെച്ച് ഏറ്റവും വലുത്. അതുകൊണ്ട് തന്നെ അവരായിരുന്നു ഞങ്ങളുടെ ലീഡർ സിസ്റ്റം. പിന്നീട് ഒരുപാട് നേഷൻസിന് ഞങ്ങളെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞു. പിന്നീട് റൈക്കാകെ, ഫിജിഗാകെ, മിസിഗാകെ അങ്ങനെ ഓരോ ഗ്രാമങ്ങൾക്കും ഓരോരോ തരത്തിലുള്ള ഹൊക്കാഗമാരുണ്ടാവാൻ തുടങ്ങി. ഷിനോബി സ്റ്റുഡൻസിന് അവർക്ക് സ്പെഷ്യൽ സ്കൂളും അക്കാദമിയും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തു. അങ്ങനെ എല്ലാം സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ മുൻപോട്ട് പോകുമ്പോഴാണ് സാക്ഷാൽ മാധുര അവന്റെ പഴയ സ്വപ്നങ്ങളെല്ലാം മറന്ന് പുതിയ സ്വപ്നവുമായിട്ട് തിരികെ എത്തിയത്. അവൻ ഒറ്റയ്ക്കായിരുന്നില്ല. ആ 9 ടൈലുമായി ഹിഡൻ ലീഫ് വില്ലേജ് നശിപ്പിക്കാനാണ് അവൻ ശ്രമിച്ചത്. പക്ഷെ അപ്പോഴും ഹാസിറാമ മാധുരയോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ദയവ് ചെയ്ത് നീ ഇത് ചെയ്യരുത്. പക്ഷെ മാധുര അവൻ അപ്പോഴും ഹാസിറാമ പറയുന്നത് കേൾക്കാനായിട്ട് തയ്യാറാവില്ല. വേറെ വഴിയില്ലാതെ ഇപ്പൊ ഹാസിറാമ ആള് വുഡ് സ്റ്റൈല് ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ ഹാസിറാമയും മാധുരയും അവർ രണ്ടുപേരും ഇപ്പൊ പൊരിഞ്ഞ് അട്ടിയിട്ടി ബഹളം. മാധുരയ്ക്കാണെങ്കിൽ അവന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഓരോ സ്റ്റേജ് ആർട്ട് കഴിയുമ്പോഴും ഹാസിറാമ ഫൈറ്റില് ഓരോ പടി മുന്നേറിക്കൊണ്ടേയിരിക്കും. അവസാനം ആ വുഡ് സ്റ്റൈൽ ഉപയോഗിച്ച് തന്നെ ആ 9 ടൈലിനെ പിടിച്ച് വലിച്ചെടുക്കും. അതിനുശേഷം ആ 9 ടൈലിന്റെ കൺട്രോള് അത് ഹാസിറാമ ഏറ്റെടുക്കും. അതിനുശേഷം ഹാസിറയും മാധുരയും അവർ രണ്ടുപേരും ഫേസ് ടു ഫേസ് ഫൈറ്റ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.